ഒരിക്കലും ഒരു കുടുംബത്തിൽ സംഭവിച്ചൊരു കാര്യം ചിന്തിക്കുക. ഒരു മകനെ അടിച്ചു പുറത്താക്കി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഈ മകൻ എവിടെയാണെന്ന് പോലും ഈ അപ്പനും അമ്മയും അറിയില്ല. ഒരു മകന് വേണ്ടി മറ്റൊരു മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. വർഷങ്ങൾ കഴിഞ്ഞ് ഒരിക്കൽ ഈ മകൻ ഈ അപ്പനെ തെരുവിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓടി വന്ന അപ്പനെ എടുത്തിട്ട് ഇദ്ദേഹത്തിന് ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു സ്വത്തിൻ്റെ വക പോലും കൊടുത്തില്ല. എന്നാൽ ദൈവം ഇദ്ദേഹത്തിൻ്റെ സമ്പത്തിനെ അനുഗ്രഹിച്ചു. മനോഹരമായൊരു വലിയ ബിൽഡിങ് എല്ലാം ഉണ്ട്, വലിയ വീട്, ഒത്തിരി സമ്പത്തുണ്ട്. ഈ അപ്പനിത് കണ്ടു കാണിച്ചു കൊടുക്കും. അപ്പൻ കരയ, മോനെ, നിന്റെ സമ്പത്ത് പോലും നിനക്ക് നൽകാതെ ജ്യേഷ്ഠന് നൽകി. ഇന്ന് ജ്യേഷ്ഠൻ ഒരു കൊലപാതകിയായി, എൻ്റെ കുടുംബം തകർന്നു. എനിക്ക് മനസ്സിലായി, ഞാൻ പിടിച്ചു വെച്ച സ്നേഹം ദൈവത്തിൻ്റെതായിരുന്നു. ദൈവം തന്നത് ദാനമായിട്ട് നിങ്ങൾക്ക് ഈക്വലായിട്ട് നൽകാത്തത് കൊണ്ട് എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ടും ദൈവം എൻ്റെ മരണത്തിന് മുമ്പ് നിന്നെ എൻ്റെ മുൻപിൽ എത്തിച്ചുവല്ലോ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒത്തിരി കാഴ്ചകൾ ഇന്ന് ലോകത്ത് അനേകർ കാണുന്നുണ്ട്. അതുകൊണ്ട് തിരിച്ചറിയുക, ക്ഷമയുടെ വാതിൽ തുറക്കാൻ 7 ചുവടുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. ഒന്നാമത്തെ ചുവട്, നിങ്ങളുടെ ക്ഷമയിൽ നയിക്കുന്ന കഴിവ് നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളെ ക്ഷമയിലേക്ക് നയിക്കുന്ന ഒരു കഴിവ് നിങ്ങൾ കണ്ടെത്തണം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു നല്ല വൈദികരെ, സിസ്റ്റേഴ്സിനെ, നല്ല സുഹൃത്തുക്കളെ, നല്ല ബന്ധുക്കളെ നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളെ ഈ ക്ഷമയിലേക്ക് നയിക്കുന്ന നല്ല ഒരു കഴിവുണ്ടാകാൻ നീ ഒരു വ്യക്തിയെ കണ്ടെത്തണം. നീ പറയണം, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തി പറയുന്ന ഏത് മാർഗവും, ചിലപ്പോൾ കുമ്പസാരക്കൂട്ടിലായിരിക്കും, ആ മാർഗം കണ്ടെത്തി നീ അത് ഉപയോഗിക്കണം. ചിലപ്പോൾ നിരുപാധികം ക്ഷമിക്കുക, അല്ലെങ്കിൽ ഒരു മാപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ ഇന്ന് വീട്ടിൽ പോകുക. ഒരിക്കൽ ഒരു ആരാധന നടക്കാൻ ഇടവന്നു. പ്രിയപ്പെട്ടവരെ, ആരാധന ഫാദേഴ്സ് ഡേയുടെ അന്നായിരുന്നു ഈ ആരാധന നടത്തിയത്. അപ്പം അന്ന് ആരാധനയിൽ ഞാനിങ്ങനെ പറഞ്ഞു, അപ്പനൊരു അനുഗ്രഹമാണ്. ഈ ആരാധന കൂടി ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ്റെ അപ്പൻ അച്ഛൻ അനുഗ്രഹമായിരിക്കും, എൻ്റെ അപ്പൻ എനിക്കൊരു ദുഷ്ടനാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഒരു മിലിറ്ററിക്കാരനായി ഈ അപ്പൻ ഒത്തിരി ക്രൂരമായിട്ട് ഈ മകളെ ശിക്ഷിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു മിലിറ്ററിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രീതികളെല്ലാം അങ്ങനെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി പറയുക, അങ്ങനെ ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് അപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ അപ്പൻ എന്നോട് മിണ്ടില്ല അച്ഛാ. അപ്പം ഞാൻ പറഞ്ഞു, സഹോദരി, ഇന്നൊരു കാര്യം ചെയ്യ്, ചേച്ചി പോയിട്ട് ചേച്ചിയുടെ അപ്പന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, അച്ഛാ ഞാൻ പോകാം, അപ്പൻ എൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കില്ല, അപ്പൻ എന്നോട് മിണ്ടില്ല. ഞാൻ പറഞ്ഞു, ചേച്ചി അച്ഛനല്ല പറയണേ, ചേച്ചി ചെയ്യ്. അങ്ങനെ ചേച്ചി ചെന്നു. ചേച്ചി അപ്പന് ഇഷ്ടമുള്ള മീൻകറിയും വെച്ച് കൊണ്ടുപോയി. അങ്ങനെ വെച്ചു. ചെന്നപ്പോൾ അപ്പന് പറഞ്ഞു, മോളെ, എനിക്ക് ഇഷ്ടപ്പെട്ട മീൻകറി നീ കൊണ്ടുവന്നു ഞാൻ അറിഞ്ഞു, എനിക്ക് കുറച്ച് ഉരുട്ടി എൻ്റെ വായിൽ വെച്ച് തരുമോ? പ്രിയപ്പെട്ടവരെ, സഹോദരി അങ്ങനെ വെച്ചു. സഹോദരി കരഞ്ഞു. അപ്പനും മാപ്പ് ചോദിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 2 ദിവസം കഴിഞ്ഞില്ല, അപ്പൻ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിക്കുക. ഈ സഹോദരി എന്നോട് പറയാ, അച്ഛാ, അന്ന് ആരാധന കൂടുമ്പോൾ ഞാൻ അച്ഛനോടൊരു വാക്ക് പറഞ്ഞു, ചിലപ്പോൾ അച്ഛൻ്റെ അപ്പൻ നല്ലവനായിരിക്കാം, എൻ്റെ അപ്പൻ ദുഷ്ടനാ. പ്രിയപ്പെട്ടവരെ, ഏതൊരു അപ്പൻ്റെ ഉള്ളിലും ചിലപ്പോൾ ക്രൂരമായ മനസ്സുണ്ടെങ്കിലും ജീവിതത്തിൽ എപ്പോഴും മാനസാന്തരപ്പെടുവാൻ, സ്നേഹിക്കാനുള്ള അവസരമുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെയാണ്. നമ്മുടെ അപ്പൻ നമ്മളെ സ്നേഹിക്കുന്നില്ലെന്ന് അകറ്റുമ്പോൾ നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഒരു അനുഗ്രഹമാണ്. അവരില്ലെങ്കിൽ ഈ ലോകത്ത് അഹങ്കരിക്കാൻ പോലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്താഗതിക്ക് ഒരു അവസരം പോലും ഉണ്ടാകില്ല. രണ്ടാമത്തത്, ദൈവസ്തുതികൾ നമ്മൾ ഇന്ന് അർപ്പിക്കണം. ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നവൻ തീർച്ചയായിട്ടും ക്ഷമയുടെ കൃപ അവന് കിട്ടും. ദൈവത്തെ ആരാധിക്കുന്നവൻ തീർച്ചയായിട്ടും ക്ഷമിക്കും. മൂന്നാമത്തത്, യേശുവിൻ്റെ ക്ഷമയുടെ സാന്നിധ്യങ്ങളെ നമ്മൾ ധ്യാനിക്കണം. ഈശോ എങ്ങനെ ക്ഷമിച്ചു, ഈശോ എങ്ങനെ പൊറുത്തു എന്ന് ധ്യാനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ക്ഷമിക്കാനുള്ള മനസ്സ് തന്നെ വരും. നാലാമത്തത്, യേശുവിൻ്റെ വാക്കുകൾ നമ്മൾ ഓർമ്മിപ്പിക്കുക. ഈശോ എന്താ പറഞ്ഞേ? ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ ഒരു കാഴ്ചപ്പാട് വേണ്ടേ? ഈശോ നമ്മുടെ അപ്പനാണെങ്കിൽ, നമ്മൾ അപ്പൻ്റെ മക്കളാണെങ്കിൽ നമ്മളും ക്ഷമിക്കാൻ തയ്യാറാകണം. അഞ്ചാമത്തത്, നിങ്ങളെ മുറിപ്പെടുത്തിയ വ്യക്തിയെ നിങ്ങൾ ഓർക്കുക. അവരോട് ഉള്ളിൽ പറയുക, ഇന്ന വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുന്നു, അവൻ എന്ത് ചെയ്താലും ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഉള്ളിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ആറാമത്തത്, ദൈവത്തിലും അവിടെ നൽകിയ നന്മയിലും നന്ദി പറയാനുള്ളൊരു മനസ്സുണ്ടാകണം. അവിടെ വരുമ്പോൾ വലിയ കൃപ കിട്ടും. ഒരിക്കൽ എൻ്റെ ജീവിതത്തിലുണ്ടായൊരു അനുഭവം, പ്രിയപ്പെട്ടവരെ, ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ധ്യാനത്തിൽ ഞാനിങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാന ദിവസമായി അഭിഷേക പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു, എന്താ മോനെ കാരണം? ഞാൻ എൻ്റെ ഈ ആലുവ അടുത്ത് എനിക്കൊരു വിവാഹമുണ്ട്.
എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വിവാഹം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ധ്യാനം കൂടാൻ വന്നത്. അപ്പോൾ ധ്യാനവുമായി വിവാഹം കൂടാം. ഞാൻ പറഞ്ഞു, മോനെ 2 മണിയാകുമ്പോഴേക്കും ധ്യാനം കഴിയും. നിനക്ക് ഉച്ചയ്ക്ക് 6 മണിക്കല്ലേ, ഉച്ച തിരിഞ്ഞ് 6 മണിക്കല്ലേ കല്യാണം. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ഈ അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞ് അപ്പം തന്നെ പൊക്കോ, അപ്പോൾ നിനക്ക് അപ്പോഴും കല്യാണം കൂടും. അവൻ പറഞ്ഞു, എനിക്ക് ഇപ്പം തന്നെ പോകണം, എനിക്ക് ഈ 3 ദിവസത്തെ അഭിഷേകം മതി, എനിക്കിത് മതി. അപ്പോൾ അവൻ ഭയങ്കര വാശി പിടിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉള്ളിലും ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, നീ ഇവിടുന്ന് പോകില്ല, 6 മണി കഴിഞ്ഞാലും നീ ഇവിടുന്ന് പോകില്ല. ഞാനും അങ്ങോട്ട് വാശിയായി, അവനും ഇങ്ങോട്ട് വാശിയായി. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാശിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നൊരു സഹോദരിയായി സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഈശോയെ എടുത്തു വെച്ച് നമുക്ക് അവസാനത്തെ പ്രൈസ് ആൻഡ് വർഷിപ്പിന് ഒരുങ്ങണം. പ്രിയപ്പെട്ടവരെ, ഞാൻ വലിയ സന്തോഷത്തോടെ ഉറാലയിട്ടിട്ട് പെട്ടെന്ന് അൽത്താരെ കയറുന്നു. ഈശോയെ എടുക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സ്വരം എൻ്റെ കാതിൽ കേൾക്കാം, മോനെ, ഈ ധ്യാനം നടത്തുന്നത് നീയാണോ ഞാനാണോ? അപ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് പറഞ്ഞു, ഈശോയല്ലേ ധ്യാനം നടത്തണേ. അങ്ങനെയെങ്കിൽ ഇതല്ല ധ്യാന രീതി. ഞാനാണ് ഈ ധ്യാനം നടത്തുന്നതെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. പെട്ടെന്ന് പ്രിയപ്പെട്ടവരെ, ഞാൻ അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാൻ തുടങ്ങി. കാരണം ഈ സ്വരം എന്നെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോ, ഞാൻ എന്ത് ഇനി ചെയ്യേണ്ടത്? ഈശോ പറഞ്ഞു, ഈശോ ഈ എടുത്തുകൊണ്ട് ഞാൻ സക്രാരി വെക്കുമ്പോൾ ഇവൻ പുറത്തുനിന്ന് പറയുന്നത് എനിക്ക് കേൾക്കാം, ഇതെൻ്റെ അവസാന ധ്യാനോ, ഇനി ഞാൻ ധ്യാന കേന്ദ്രത്തിനും വരില്ല, ഈ അച്ഛന്മാരുടെ മുന്നിൽ വരില്ല. പ്രിയപ്പെട്ടവരെ, എന്നോട് ഈശോ പറഞ്ഞു, നീ മുട്ടുകുത്ത്, അവൻ്റെ മുന്നിൽ മാപ്പ് ചോദിക്ക്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ ഈശോ പറഞ്ഞതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ മുട്ടുകുത്തുമ്പോൾ ഇവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്നെ ശപിക്കുകയായിരിക്കൂലേ? ഞാൻ പറഞ്ഞു, മോനെ, ശപിക്കല്ല. ഞാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, നീ പൊക്കോ. പെട്ടെന്ന് ആ പയ്യൻ കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ട, എനിക്ക് എന്തുകൊണ്ടാണ് അവൻ കരഞ്ഞത് എനിക്കറിയില്ല. ഇന്നും എൻ്റെ കൂട്ട് ഒരു വലങ്കൈയായിട്ട് ഇന്നും ആ പയ്യനുണ്ട്. 300 പേരെ ധ്യാനിപ്പിച്ചിട്ട് ഒരു വ്യക്തിയെയാണ് കിട്ടിയത്. അത് എൻ്റെ ക്ലാസ്സുകളുടെ പ്രാബല്യം കൊണ്ടല്ല, മറിച്ച് അവൻ്റെ മുന്നിൽ മുട്ടുകുത്താൻ ഈശോ പഠിപ്പിച്ചു. ഈശോ ചെയ്തത് ഞാനും നിങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു പരാജയമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ദിവസം, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസം, ഈ 9ാമത്തെ ദിവസം, നമ്മൾ ക്ഷമ കൊടുക്കാനും ക്ഷമ സ്വീകരിക്കാനുള്ള മനസ്സോടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ ഇന്ന് ദിവസം ദൈവം നമുക്ക് നൽകും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.